തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും ബംഗ്ലാദേശ് ആകട്ടെ കലുഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതിശക്തമായ പ്രതിഷേധമാണ് ഒരിടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് തലസ്ഥാനമായ ധക്കയിൽ നടമാടുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ അരങ്ങേറുന്ന പ്രതിഷേധം ഇടക്കാല സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നതിലും സംശയമില്ല. 9ാം ദേശീയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ജീവനക്കാർ ആരംഭിച്ച സമരമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് വഴി മാറിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടുകൂടി തന്നെ ബംഗ്ലാദേശിന്റെ ഭരണ സംവിധാനം ഒന്നാകെ തന്നെ അട്ടിമറിക്കപ്പെട്ടിരുന്നു. ഹിന്ദുക്കൾക്ക് പോലും അവിടെ ജീവൻ പണയം വെച്ച് കഴിയേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഗതികേട് അവർക്കുണ്ടായിരുന്നു. അതായത് ഇരുട്ടിന്റെ മറവിൽ പോലും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ, അവിടുത്തെ അക്രമകാരികൾ ഇത്തരത്തിൽ ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുകയും വലിയ രീതിയിൽ ഹിന്ദുക്കളെ അവിടെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളടക്കം കഴിഞ്ഞ മാസമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അതിന്റെ അലയൊലികളെല്ലാം തന്നെ ഒന്ന് കെട്ടടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത്. അതേസമയം സർക്കാർ ജീവനക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിന്റെ ഔദ്യോഗിക വസതിയായ ജമുനയ്ക്ക് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആക്രമണങ്ങളും നടത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 9ാം ദേശീയ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഗസറ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കണമെന്നും അത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യമെമ്പാടുമുള്ള പ്രതിഷേധകർ അവിടെ വലിയ രീതിയിൽ ഒത്തുകൂടുകയും മാർച്ച് നടത്തുകയുമാണ് ചെയ്തത്. ആക്രമണ സംഭവത്തിൽ 40-ലേറെ പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. അടുത്തിടെ ശമ്പള കമ്മീഷൻ പുതിയ ശുപാർശകൾ സമർപ്പിച്ചിരുന്നു. പക്ഷേ അവ ഇതുവരെയും ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഭാവിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തീരുമാനം വിട്ടാൽ നടപ്പാക്കാൻ വീണ്ടും വൈകുമെന്നാണ് ജീവനക്കാർ ഭയപ്പെടുന്നത്. ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അവിടെ വലിയ രീതിയിൽ അരങ്ങേറാൻ കാരണമായതെന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാവിലെ 10:30 തന്നെ ഷാംബാഗ് പ്രദേശത്ത് അവിടെ നിന്ന് ആരംഭിച്ച ജാഥ ജമുനയിലെ മുഖ്യ ഉപദേഷ്ടാവിന്റെ വസതിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. വഴിയിൽ പലയിടത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജനക്കൂട്ടം ഇവയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് കണ്ട സുരക്ഷാ സേനയാണ് പിന്നീട് ജലപീരങ്കികളും കണ്ണീർ വാതകങ്ങളും ശബ്ദ ബോംബുകളും പ്രയോഗിച്ചത്. ഇതൊക്കെയാണെങ്കിൽ പോലും പ്രതിഷേധകർ ജമുനയിലെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഉച്ചയോടുകൂടി തന്നെ ഒരു പ്രധാന അന്താരാഷ്ട്ര ഹോട്ടലിന് സമീപം ഉൾപ്പെടെയുള്ള മറ്റു വിവിധ പ്രദേശങ്ങളിലും പ്രതിഷേധകർ വീണ്ടും സംഘടിക്കുകയും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.